ശ്രീ പരമാത്മനേ നമഃ. ശ്രീമദ് ഭഗവത്ഗീത ക്ഷേത്രജ്ഞ വിഭാഗയോഗം എന്ന 13-ാം അധ്യായത്തിലെ 32-ാമത്തെ ശ്ലോകം. അനാദിത്വാത് നിർഗുണത്വാത് പരമാത്മായമവ്യയ ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യതേ. അനാദിത്വാത് നിർഗുണത്വാത്, ആദിയില്ലാത്തവനും ഗുണരഹിതനുമായതുകൊണ്ട്, അവ്യയ അയം പരമാത്മാ, അനശ്വരനായ പരമാത്മാവ്, ശരീരസ്ഥഃ അഭി, ശരീരത്തിൽ കുടികൊള്ളുന്നുവെങ്കിലും, ന കരോതി, ഒന്നും ചെയ്യുന്നില്ല, ന ലിപ്യതേ, വാസനാമാലിന്യം ഏൽക്കുന്നുമില്ല. പരമാത്മാവ് അനശ്വരനാണ്, ആദിയില്ലാത്തവനും ഗുണരഹിതനുമായതുകൊണ്ട് ശരീരത്തിൽ കുടികൊള്ളുന്നുവെങ്കിലും ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ വാസനാമാലിന്യം ഏൽക്കുന്നുമില്ല. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം. ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ സചേതനയായി തീരുന്ന പ്രകൃതി പല കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. അതല്ലാതെ ആത്മാവൊന്നും ചെയ്യുന്നില്ല എന്ന വസ്തുത നമ്മുടെ ശാസ്ത്രങ്ങൾ ഊന്നി പറയുന്നുണ്ട്. എങ്കിലും സാധാരണക്കാർക്ക് അത് ഗ്രഹിക്കാൻ വിഷമമാണ്. പരിപൂർണനായ പരമാത്മാവിന് യാതൊന്നും നേടാനില്ല. ആ നിലയ്ക്ക് കർമ്മത്തിൻ്റെ ആവശ്യമില്ല. പരമാത്മാവ് ക്ഷേത്രത്തിൽ അഭിമാനിക്കുമ്പോൾ ക്ഷേത്രജ്ഞൻ എന്ന അവസ്ഥയിലേക്ക് താഴ്ന്നു പോകുന്നു. കർത്തൃത്വ ഭോക്തൃത്വാഭിമാനം ക്ഷേത്രജ്ഞനാണ് ഉള്ളത്, പരമാത്മാവിനല്ല. അനാദിത്വാത്, ആദിയില്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞല്ലോ. കാരണമുള്ളതിനൊക്കെ ഒരു തുടക്കം കാണും. തുടക്കമില്ലാത്തത് എന്നാൽ കാരണമില്ലാത്തത് എന്നർത്ഥം. പരമാത്മാവാണ് എല്ലാറ്റിനും കാരണം. അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. പരമകാരണമായ അതിന് വേറെ കാരണമില്ല. അത് ഒന്നിൽ നിന്നും ഉണ്ടായതല്ല, എന്നും ഉള്ളതാണ്. ഉണ്ടായവയൊക്കെയും മാറ്റത്തിന് വിധേയമാണ്, നശിക്കുകയും ചെയ്യും. പിന്നെ നിർഗുണത്വാത്, ഗുണരഹിതമായതുകൊണ്ട് എന്ന് പറഞ്ഞല്ലോ. മാറ്റമില്ലാത്തതിന് ഗുണമുണ്ടാവാൻ സാധ്യമല്ല. ഗുണമുള്ളതിനെ ദ്രവ്യമെന്ന് പറയും. ദ്രവ്യങ്ങളൊക്കെയും നാശമുള്ളവയുമാണ്. നാശരഹിതനും പരമകാരണനുമായതുകൊണ്ട് പരമാത്മാവ് നിർഗുണനാണ്. അവ്യയനായ പരമാത്മാവ് എന്ന് പറഞ്ഞല്ലോ. ഒന്നിൽ നിന്നും ഉണ്ടായതല്ല എന്നതിനാൽ അകാരണനും എല്ലാറ്റിനും കാരണമായതുകൊണ്ട് പരമകാരണനും. അതുകൊണ്ട് തന്നെ അനാദിയും ഗുണരഹിതനുമായ ആത്മാവിന് ഒരിക്കലും നാശമില്ല. ഒരു വസ്തുവിൻ്റെ ഗുണത്തിന് സംഭവിക്കുന്ന മാറ്റമാണല്ലോ അതിൻ്റെ നാശത്തെ കുറിക്കുന്നത്. ഗുണമില്ലാത്തതിന് മാറ്റവും മാറ്റമില്ലാത്തതിന് നാശവും സംഭവിക്കില്ല. അനാദിയും ഗുണരഹിതനും അവ്യയനുമായ ആത്മാവ് ശരീരത്തിൽ കുടികൊള്ളുന്നുവെങ്കിലും ഒരു കർമ്മവും ചെയ്യുന്നില്ല, കർമ്മഫലത്താൽ ബാധിക്കപ്പെടുന്നുമില്ല. സ്ഥൂലബുദ്ധിക്ക് ഈ ആശയം എളുപ്പം ഗ്രഹിക്കാൻ ആവില്ല. വേദാന്തത്തിലെ ഗഹനമായൊരു വിഷയമാണിത്. എങ്കിലും സൂക്ഷ്മമായി മനനം ചെയ്താൽ ഗ്രഹിക്കാവുന്നതാണ്. ആത്മാവിൻ്റെ നിർലേപത്വം ദൃഷ്ടാന്തസഹിതം വിവരിക്കുന്നു. 33-ാമത്തെ ശ്ലോകം. യഥാ സർവഗതം സൗക്ഷ്മ്യാദാകാശം നോപലിപ്യതേ സർവത്രാവസ്ഥിതോ ദേഹേ തഥാത്മാ നോപലിപ്യതേ. സർവഗതം ആകാശം, സർവത്ര വ്യാപിച്ചിരിക്കുന്ന ആകാശം, സൗക്ഷ്മ്യാത് സൂക്ഷ്മത്വം കാരണം, യഥാ ന ഉപലിപ്യതേ എപ്രകാരം മാലിന്യമേൽക്കുന്നില്ലയോ, തഥാ സർവത്ര ദേഹേ അപ്രകാരം എല്ലാ ദേഹത്തിലും, അവസ്ഥിതഃ ആത്മാ കുടികൊള്ളുന്ന ആത്മാവ്, ന ഉപലിപ്യതേ മാലിന്യമേൽക്കുന്നില്ല. സർവത്ര നിറഞ്ഞിരിക്കുന്ന ഭൂതാകാശം സൂക്ഷ്മമായതുകൊണ്ട് എപ്രകാരമാണോ മറ്റ് രൂപങ്ങളുമായി കൂടിക്കുഴയാതെ കാണപ്പെടുന്നത്, അതുപോലെ ജഡദേഹത്തിൽ അകവും പുറവും നിറഞ്ഞിരിക്കുന്ന ബോധവസ്തു അതുമായി കൂടിക്കുഴയുന്നതേയില്ല. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം. എല്ലാറ്റിനും ആശ്രയമായി നിൽക്കുമ്പോൾ തന്നെ ഒന്നിനോടും പറ്റിപ്പിടിക്കാത്ത നിശ്ചലാവസ്ഥ പഞ്ചഭൂതങ്ങളിലൊന്നായ ആകാശത്തിന് തന്നെ കാണപ്പെടുന്നുണ്ട്. ആകാശം സർവവ്യാപിയാണ്. വായു തുടങ്ങിയ മറ്റു ഭൂതങ്ങളും അവയുടെ വികാരങ്ങളായ ദേഹങ്ങളും നിന്ന് തിരിയുന്നത് ആകാശത്തിലാണല്ലോ. അതുകൊണ്ട് അവയിലൊക്കെ ആകാശം നിറഞ്ഞു നിൽക്കുന്നു എന്ന് സ്പഷ്ടമാണ്. അതുപോലെ പുക, ദുർഗന്ധം തുടങ്ങിയ മലിനതകൾ ആകാശത്ത് വ്യാപിക്കുന്നതായും കാണാറുണ്ട്.
ഒരു പാത്രമോ മറ്റോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനുള്ളിലുള്ള ആകാശം സഞ്ചരിക്കുന്നതായും തോന്നുന്നുണ്ട്. ജഡവസ്തുക്കൾ കൊണ്ട് ആകാശം വിഭജിക്കപ്പെടുന്നതായും മറയുന്നതായും തോന്നുന്നുണ്ട്. പരിമിതികൾ ഉണ്ടാകുമ്പോൾ ഘടാകാശം, മഠാകാശം എന്നിങ്ങനെ ആകാശങ്ങൾ ജനിക്കുന്നതായും പരിമിതികൾ മാറുമ്പോൾ ആകാശങ്ങൾ മരിക്കുന്നതായും വേണമെങ്കിൽ സങ്കല്പിക്കുകയും ചെയ്യാം. ഇങ്ങനെ സ്ഥൂല ജഡങ്ങൾക്ക് ആശ്രയമായ ആകാശത്തിൽ അവയുടെ എല്ലാ വികാരങ്ങളും ആരോപിച്ചു കാണാൻ കഴിയും. എങ്കിലും അവയൊന്നുമായും ആകാശം കൂടിക്കുഴയുന്നില്ല എന്ന് സ്പഷ്ടമാണ്. ആരോപണത്തിന് ഹേതുവായ പരിമിതി നീക്കിക്കഴിയുമ്പോൾ എവിടെയും ഒരേ ഒരു മഹാകാശം തന്നെ അവശേഷിക്കുന്നതായി ആർക്കും കാണാൻ സാധിക്കും. ശൂന്യതയുടെ പ്രതീതി ഉളവാക്കുന്ന ഭൂതാകാശത്തിനു പോലും ഈ നിശ്ചലതയും നിർലേപത്വവും കാണാനുണ്ടെങ്കിൽ അതിൻ്റെ കാരണമായ ചിദ്വസ്തു സദാ നിശ്ചലവും നിർലേപവുമായിരിക്കുമെന്ന് വിശേഷിച്ച് പറയേണ്ടതില്ലല്ലോ. യുക്തിക്ക് പോലും തെളിയുന്ന ഈ വസ്തുസ്ഥിതി അന്വേഷിച്ച പലർക്കും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ് വേദാന്ത സത്യദർശനത്തിൻ്റെ അഭംഗുരമായ ഉറപ്പ്. ദേഹത്തെ വ്യാപിച്ചു നിൽക്കുന്ന ആത്മാവിനെ ദേഹധർമ്മങ്ങൾ ബാധിക്കുന്നില്ലെങ്കിൽ ദേഹത്തിൽ ആത്മാവ് എപ്രകാരം വർത്തിക്കുന്നു? ഇതാണ് 34-ാമത്തെ ശ്ലോകത്തിലൂടെ പറയുന്നത്. യഥാ പ്രകാശയത്യേക കൃത്സ്നം ലോകമിമം രവി ക്ഷേത്രം ക്ഷേത്രീ തഥാ കൃത്സ്നം പ്രകാശയതി ഭാരത. ഭാരത, അല്ലയോ അർജുന, ഏകഹ രവി, ഏകനായ സൂര്യൻ, കൃത്സ്നം ഇമം ലോകം, ഈ ലോകത്തെ മുഴുവൻ, യഥാ പ്രകാശയതി തഥാ, പ്രകാശിപ്പിക്കുന്നത് പോലെ, ക്ഷേത്രീ കൃത്സ്നം ക്ഷേത്രം, ആത്മാവ് എല്ലാ ശരീരത്തെയും പ്രകാശയതി, പ്രകാശിപ്പിക്കുന്നു. സൂര്യൻ ഒറ്റയ്ക്ക് ഈ സമ്പൂർണ്ണ ജഗത്തിനെയും എപ്രകാരമാണോ പ്രകാശിപ്പിക്കുന്നത്, അതുപോലെ അല്ലയോ അർജുന, ക്ഷേത്രജ്ഞനായ ചിദ്വസ്തു സമ്പൂർണ്ണ ജഡജഗത്തിനെയും ഉള്ളതാക്കി പ്രകാശിപ്പിക്കുന്നു എന്നറിയേണ്ടതാണ്. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം. പുറമേ സൂര്യൻ ഒറ്റയ്ക്കാണ് ജഗത്തിന് മുഴുവൻ പ്രകാശമരുളുന്നത്. ചന്ദ്രൻ, അഗ്നി തുടങ്ങിയ തേജോ രൂപങ്ങൾ പോലും സൂര്യൻ്റെ പ്രകാശം പകർന്നെടുത്ത് പ്രകാശിക്കുന്നു എന്നാണ് പ്രസിദ്ധി. അപ്പോൾ സൂര്യൻ സ്വയം പ്രകാശിക്കുന്നു, മറ്റ് തേജോരൂപങ്ങൾക്ക് പ്രകാശം പകർന്നു കൊടുക്കുന്നു, തേജസ്സില്ലാത്തവയെയും തൻ്റെ തേജസ് കൊണ്ട് പ്രകാശിപ്പിക്കുന്നു. ഇതുപോലെയാണ് ബോധസ്വരൂപനായ പരമാത്മാവ്. എന്താണ് പരമാത്മാവിൻ്റെ പ്രകാശിപ്പിക്കൽ? ജഡജഗത്തിനെ ഉള്ളതാക്കി തീർക്കലാണ് പരമാത്മാവിൻ്റെ പ്രകാശിപ്പിക്കൽ. ഉണ്ടെന്നറിയാൻ ബോധമില്ലെന്ന് കരുതുക. എന്നാൽ പിന്നെ ഈ ജഡജഗത്ത് എങ്ങനെ ഉള്ളതാകും? സൂര്യനെ പോലെ തന്നെ പരമാത്മാവ് 3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ പ്രകാശിപ്പിക്കൽ നടത്തുന്നത്. സ്വയം പ്രകാശിക്കുന്ന സൂര്യനെ പോലെ സർവത്ര പരിപൂർണനായി ഉണ്മ അനുഭവിച്ചുകൊണ്ട് പരമാത്മാവ് വിളങ്ങുന്നു. ചന്ദ്രൻ, അഗ്നി തുടങ്ങിയ തേജോരൂപങ്ങൾക്ക് സൂര്യൻ തേജസ് പകർന്നു കൊടുക്കുന്നത് പോലെ പരമാത്മാവ് എല്ലാ ജീവാത്മാക്കൾക്കും ഉണ്മയുടെ അനുഭവം പകർന്നു കൊടുക്കുന്നു. തുടർന്ന് സൂര്യനും ചന്ദ്രാഗ്നി തുടങ്ങിയവയും ചേർന്ന് തേജസ്സില്ലാത്ത വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നത് പോലെ ഉണ്മയുടെ അനുഭവമില്ലാത്ത എല്ലാ ജഡങ്ങളെയും പരമാത്മാവും ജീവാത്മാക്കളും ചേർന്ന് ഉള്ളതാക്കി തീർക്കുന്നു. അതായത് ജഡങ്ങളെ ഉണ്ട് എന്നറിയുന്നു എന്ന് താല്പര്യം. ബാഹ്യ തേജസ്സിന് മുഴുവൻ ഇരിപ്പിടമായ സൂര്യനെ പോലും ഉള്ളതാക്കി തീർക്കുന്നത് ബോധമാണെന്ന് പറയേണ്ടതില്ലല്ലോ. സൂര്യനിലും സൂര്യനെ ഉണ്ടെന്നനുഭവിക്കുന്ന ജീവന്മാരിലും ബോധം ഇല്ലെന്ന് കരുതുക. അങ്ങനെ വന്നാൽ പിന്നെ സൂര്യന് ഉണ്മ എവിടെയാണ്? ഉണ്മ ബോധത്തിൻ്റെ മാത്രം അനുഭവമാണ്. ഒരേ ബോധം തന്നെ സർവത്ര പരിപൂർണമായി നിന്നുകൊണ്ട് ഉണ്ട് എന്നനുഭവിച്ച് ഈ ജഗത്തിനെ ഉള്ളതാക്കി പ്രകാശിപ്പിക്കുന്നു എന്നറിയേണ്ടതാണ്. ഉണ്ട് എന്ന അനുഭവം തന്നെയാണ് ആത്മാവിൻ്റെ അസ്തിത്വത്തിന് ഏറ്റവും വലിയ തെളിവ്. ഇങ്ങനെ നിലനിൽപ്പിൻ്റെ പരമരഹസ്യം ആരംഭദശയിലെ വിശകലനം മുതൽ സാക്ഷാത്കാരദശയിലെ അനുഭവം വരെ സുവ്യക്തമായി വിവരിച്ചതിന് ശേഷം അദ്ധ്യായം ഉപസംഹരിക്കാൻ തുടങ്ങുകയാണ് ഭഗവാൻ 35-ാമത്തെ ശ്ലോകത്തിലൂടെ. 35-ാമത്തെ ശ്ലോകം: ക്ഷേത്രജ്ഞയോരേവമന്തരം ജ്ഞാനചക്ഷുഷ ഭൂതപ്രകൃതി മോക്ഷം ച യേ വിദുദ്യാന്തി തേ പരം. ഏവം, ഇപ്രകാരം, ക്ഷേത്രജ്ഞയോഹോ അന്തരം,
ക്ഷേത്രജ്ഞന്മാർ തമ്മിലുള്ള ഭേദത്തെയും ഭൂതപ്രകൃതി മോക്ഷം ച ജീവരാശികൾക്ക് പ്രകൃതി ബന്ധത്തിൽ നിന്നുള്ള മോക്ഷത്തെയും ജ്ഞാനചക്ഷുസ് കൊണ്ട് യേ വിദുഹു ആരറിയുന്നുവോ തേ പരം യാന്തി അവർ പരമപദം പ്രാപിക്കുന്നു. ഈ വിവരിച്ച പ്രകാരം ജഡത്തിൻ്റെയും ചേതനൻ്റെയും പരസ്പര ഭേദവും ജഡദേഹങ്ങളിലും പ്രകൃതിയിലും നിന്നുള്ള മോചനത്തിൻ്റെ സ്വരൂപവും പ്രത്യക്ഷജ്ഞാനത്തിലൂടെ ആര് അനുഭവിച്ചറിയുന്നുവോ അവർ സത്യസ്വരൂപികളായി ഭവിക്കുന്നു. അങ്ങനെയുള്ളവർ സത്യസ്വരൂപികളായി ഭവിക്കുന്നു എന്നാണ് പറയുന്നത്. യാന്തി തേ പരം എന്നാണല്ലോ. അവർ ബ്രഹ്മസ്വരൂപം പ്രാപിക്കുന്നു. ആര്? ജ്ഞാനസാധനകൾ അഭ്യസിച്ച് പ്രത്യക്ഷമായ വസ്തുബോധം വന്നവർ. അവർക്ക് ക്ഷേത്രവും ക്ഷേത്രജ്ഞനും വ്യക്തമായി വേർതിരിയുന്നു. അവർ ദേഹമുള്ളപ്പോൾ തന്നെ ദേഹത്തിൽ നിന്നും ദേഹകാരണമായ പ്രകൃതിയിൽ നിന്നും മോചനം നേടുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർമ്മവാസന നിശേഷമകറ്റി പ്രകൃതിയിൽ നിന്നുകൂടി മോചനം നേടേണ്ടതാണ്. അതല്ലെങ്കിൽ ദേഹം വിട്ടു പോയാലും ചിലപ്പോൾ പ്രകൃതിയിൽ ലയിച്ചിട്ട് കാലാന്തരത്തിൽ ജനിക്കാൻ ഇടവന്നേക്കും. കർമ്മവാസന നിശേഷം ഒടുങ്ങിയ ജീവൻ മുക്തനാകട്ടെ ദേഹമുള്ളപ്പോൾ തന്നെ ദേഹമോക്ഷവും പ്രകൃതിമോക്ഷവും കൈവരിക്കുന്നതാണ്. ഞാൻ നിത്യമുക്തനായ ബ്രഹ്മമാണെന്നും ജഡങ്ങളെല്ലാം എൻ്റേതെന്ന വെറും ശക്തി പ്രകടനങ്ങളാണെന്നും അവർ അനുഭവിക്കുന്നു. ഞാനല്ലാതെ രണ്ടാമതൊരു വസ്തു ഇല്ലെന്നു അനുഭവിച്ചാൽ പിന്നെ എന്ത് ജനനം, എന്ത് മരണം, എന്ത് സംസാരം? ഈ അദ്വയാനുഭവമാണ് ഭൂതങ്ങളിലും, അതായത് ദേഹങ്ങളിലും അവയ്ക്ക് ഹേതുവായ പ്രകൃതിയിലും, അതായത് അജ്ഞാനത്തിൽ നിന്നുള്ള മോചനം. ഈ മോചനം അനുഭവിക്കുന്നവർ സാക്ഷാൽ ബ്രഹ്മം തന്നെയായി മാറുന്നു. ക്ഷേത്രജ്ഞൻ ക്ഷേത്രത്തെ പ്രകാശിപ്പിക്കുന്നുവെന്നും പ്രകാശിത വസ്തുക്കളുടെ ധർമ്മങ്ങൾ പ്രകാശകനെ ബാധിക്കുന്നില്ലെന്നും ഭഗവാൻ വ്യക്തമാക്കി. ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രജ്ഞൻ്റെയും, അതായത് അവയ്ക്ക് രണ്ടിനും ആധാരമായ പരമാത്മാവിൻ്റെയും സ്വരൂപം ഓരോ സാധകനും സൂക്ഷ്മമായി വിചാരം ചെയ്ത് നേരിട്ടറിയണം. അതിന് ഹൃദയ മസ്തിഷ്കങ്ങൾക്ക് വേണ്ടത്ര പക്വതയും വികാസവും വരണം. ക്ഷേത്രജ്ഞന്മാരെ വേർതിരിച്ചറിഞ്ഞ് പരമാത്മാവിനെ ദർശിക്കാൻ സമർത്ഥമായ ദിവ്യ ചക്ഷുസിനെയാണ് ഇവിടെ ജ്ഞാനചക്ഷുസ് എന്ന് പറയുന്നത്. ക്ഷേത്രജ്ഞന്മാരുടെയും അവയ്ക്ക് ആധാരമായ പരമാത്മാവിൻ്റെയും സ്വരൂപത്തെ ജ്ഞാനചക്ഷുസ് കൊണ്ട് കാണുന്നവനാണ് ശരിയായ ജ്ഞാനി. ജ്ഞാനചക്ഷുസ് കൊണ്ട് നോക്കുമ്പോൾ ക്ഷേത്രം, അതായത് പ്രകൃതി അല്ലെങ്കിൽ അവിദ്യ വാസ്തവത്തിൽ ഇല്ലെന്നും അതുകൊണ്ട് തന്നെ ക്ഷേത്രജ്ഞൻ എന്നാൽ ജീവഭാവം വെറും കൽപ്പിതമാണെന്നും ഉള്ളത് പരമാത്മാവ് മാത്രമാണെന്നും ക്ഷേത്രം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇല്ല എന്നും അതുകൊണ്ട് തന്നെ ക്ഷേത്രജ്ഞൻ എന്നുള്ളത് വെറും കൽപ്പിതമാണെന്നും ഉള്ളത് പരമാത്മാവ് മാത്രമാണെന്നും അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപമെന്നും സാധകൻ സാക്ഷാത്കരിക്കുന്നു. ഇങ്ങനെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഓം തത്സത് ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ക്ഷേത്രജ്ഞ വിഭാഗയോഗോ നാമ 13. ഓം ശ്രീ പരമാത്മനേ നമഃ.